മിയാവാക്കി വനം കണ്ടിട്ടുണ്ടോ? എന്നാൽ കാണാം കേട്ടോ, പോരുവൻ്റെ കൂടെ. അപ്പോഴേ ഇന്ന് അടീനിയത്തിനും ബൊഗൻവില്ലിക്കുമൊക്കെ കുറച്ച് വളമൊക്കെ ഇടണമെന്ന് വിചാരിച്ചു. എല്ലുപൊടി കിട്ടിയിട്ടില്ല, ചാണകപ്പൊടി, വെപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് വേറെന്ത് പൂക്കാൻ വേണ്ടി EAP ഇതൊക്കെ ചേർത്തൊന്ന് ഇടണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം നല്ല മഴയുടെ ഒരു കോളുണ്ട്, അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ പരിപാടി നടക്കുമെന്നറിയില്ല. എന്തായാലും നോക്കാം. മഴ പെയ്യുന്ന ലക്ഷണമാണ്. എവിടെയോ ഇടിയും കേൾക്കുന്നുണ്ട്, ഇടിയുടെ ഒച്ച കേൾക്കുന്നു, മഴ പെയ്യുന്ന സ്വരവും കേൾക്കുന്നുണ്ട് കേട്ടോ, ദൂരം എവിടെയാണ്. അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഗ്രീൻ ഹൗസ് ഉണ്ട് ഈ ഗേറ്റിനടുത്തായിട്ട്. ആ ഗ്രീൻ ഹൗസ് പോയി കാണാം. കണ്ടോ, ഈ മഴവില്ലിൻ്റെ പോലത്തെ അതിലെ പൂക്കളെല്ലാം പൊഴിഞ്ഞു കേട്ടോ, മറ്റേതേ പൂക്കളുണ്ട്. ബൊഗൻവില്ലയൊക്കെ വീണ്ടും പൂത്തു തുടങ്ങി കേട്ടോ. ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടു. പ്രൂണിങ് ഒന്നും കണ്ടാൽ തോന്നത്തില്ല, പക്ഷേ പ്രൂൺ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഗേറ്റിനടുത്തുള്ള എൻ്റെ ഗ്രീൻ ഹൗസ്. അത് ഗേറ്റിനടുത്ത് തൊട്ടിങ്ങോട്ട് പൂന്തോട്ടമാണ്. പറയുവാണെങ്കിൽ ഒരു മിയാവാക്കി വനമില്ലേ, ഫോറസ്റ്റിലെ ജാപ്പനീസ്, അതാണ് എൻ്റെ വീടിൻ്റെ ചുറ്റും എന്ന്. ആ വനത്തിന് നടുവിൽ എൻ്റെ വീടിരിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് വൈൽഡ് വാൻഡായ തേക്കെ കിടന്ന് എടുത്ത് വെച്ചതാണ്. ഇതുപോലൊരു പലകയിൽ ഞാൻ കെട്ടിവെച്ചു. പക്ഷേ അത് അവിടെ നിന്ന് വളർന്നു കേട്ടോ, വേരൊക്കെ നല്ലപോലായിട്ടുണ്ട്. ഇത് ഈ വലിയ ചൂടുകാലത്ത് തന്നെ എൻ്റെ ചെടികളെയൊക്കെ സംരക്ഷിക്കുന്നത് ഈ ഗ്രീൻ ഹൗസാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കഥ, ഈ ഗ്രീൻ ഹൗസിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ വീട് വെച്ച സമയത്ത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് സബ്സിഡി നിരക്കി കിട്ടിയത് 1000 രൂപയ്ക്ക് ഒരു ഗ്രീൻ ഹൗസ് കേട്ടോ. അന്ന് എത്രയോ 10-20 വർഷങ്ങൾക്ക് മുമ്പ്, 10-18 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ ആന്തൂറിയം, ഓർക്കിഡ്സ് എല്ലാം കൊണ്ടുവന്ന് ഞാനിവിടെ ഇതിനകത്ത് തൂക്കിയിട്ടേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അധികം വെയിലടിക്കത്തില്ല. പിന്നെ നോക്ക്, എൻ്റെ മിയാവാക്കി വനമല്ല ഇപ്പം അത് വനമല്ല, ഇപ്പം നല്ല ക്ലീനാക്കി ഞാനെല്ലാം കാടെല്ലാം പറിച്ച് കളഞ്ഞ് എല്ലാം റെഡിയാക്കി. ഇവിടെയൊക്കെ പുകയിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒക്കെ വൈറ്റ് പാമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഏപ്രിൽ ലില്ലി എല്ലാം പൂത്തുപോയി കേട്ടോ. ഏപ്രിൽ ലില്ലി അധികം നേരം നിൽക്കത്തില്ലല്ലോ, ദിവസം നിൽക്കത്തില്ല, 1-2 ദിവസം കഴിയുമ്പോഴത്തേനും അത് വാടിപ്പോവും. പക്ഷേ നല്ല പൂക്കളാണ് കാണാനായിട്ട്. അതിനെ മെയ് ലില്ലി, ഏപ്രിൽ ലില്ലി, ഇത് ഏപ്രിലിലാണ് ഇപ്പം ഉണ്ടാകുന്നത്. മെയ് ഫ്ലവർ എന്നൊക്കെ പറയും, പക്ഷേ ഉണ്ടാകുന്നു. അങ്ങനെ മലേഷ്യൻ മുല്ല, ഏതൊക്കെ തരത്തിലുള്ള പൂക്കൾ വേണം എന്താണ്ട. ഇത് പക്ഷേ പൂത്തില്ല കേട്ടോ, നല്ലപോലെ പടർന്നിട്ടുണ്ട്, പൂക്കുമായിരിക്കും ഉടനെ. അതിൻ്റെ കൂടെ ഒരു മഞ്ഞ ഇതും കൂടെ ഉണ്ട്, രണ്ടും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. അങ്ങനെ ആ കാണുന്നത് ഞങ്ങളുടെ പുൽക്കൂടായിരുന്നു, പൊളിച്ച് കളഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ താമര ഇരിക്കുന്ന ഇടം വരെ ഞാൻ വൃത്തിയാക്കി കേട്ടോ. വൃത്തിയാക്കി കാടെല്ലാം പറിച്ചു. ഇങ്ങനെ ഓർക്കിഡ് വെച്ച് ഇങ്ങനെ പല സെറ്റിങ്സും ഉണ്ട്, കാണുന്ന പോലൊന്നും അല്ല. എങ്ങനെ എൻ്റെ വിശാലമായ മിയാവാക്കി ഫോറസ്റ്റ്, ജാപ്പാനീസ് മിയാവാക്കി എന്നല്ലേ പറയുന്നത്, അതെയല്ലോ. എനിക്കിപ്പോൾ ഒരു സംശയം, അങ്ങനെ ആണോ ഉച്ചരിക്കുന്നതെന്ന്. എന്തായാലും അങ്ങനെ ഒരു വനത്തിന് നടുവിലാണ് എൻ്റെ വീടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അടുത്ത ഗ്രീൻ ഹൗസ് ഇത് ഉണ്ടാക്കിയത് തണ്ണീർപ്പന്തൽ, അതിൽ ഫെലഡോപ്സിസും അതുപോലെ തന്നെ ഡെൻഡ്രോബിയും എല്ലാം കൊണ്ടുവന്ന് തൂക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നിലും പോകണ്ട, പൂവെല്ലാം ഒടിഞ്ഞു കിടക്കുന്നത്, എങ്ങനെ ഒടിഞ്ഞാണോ. ഇപ്പോൾ ഒന്നിലും പൂവില്ല കേട്ടോ, എല്ലാം പൂവില്ലാതെ നിൽക്കുക. ഇനി എല്ലാം കൂടെ കഴിഞ്ഞ് ഇത്തിരി പണിയുണ്ട് വീടിന്. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ടോ, എൻ്റെ അടീനിയം കണ്ടോ, അടീനിയത്തിൽ പിന്നെ പൂക്കളുണ്ടായിരിക്കുന്നത് കണ്ടോ. ഇത് വാങ്ങിച്ച കേട്ടോ, ബഡ്ഡ, പക്ഷെ നല്ല പൂക്കളാണ്. അങ്ങനെ 3-4 കളറുണ്ട്. ഒരു ക്രീം കളറുണ്ട്, പിന്നെ ഇതുണ്ടോ ഒരു റോസ്, ഇത് വേറെ നല്ല രസമല്ലേ, റോസാപ്പൂ പോലെ തോന്നിക്കുന്നത്.
ഇനിയിപ്പം പൂവെല്ലാം പൊഴിഞ്ഞ് കഴിയുമ്പം ഇനി പ്രൂണിങ് നടത്തുമ്പോൾ നമുക്ക് അടുത്ത ചട്ടിയിലേക്ക് വെക്കാമല്ലോ. പിന്നെ മറ്റേ ഇതിൻ്റെ ഫെലനോപ്സിസ് ഞാൻ അഞ്ചെട്ട് ചട്ടി ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ വലിയ വെയിലടിക്കത്തില്ലേ. അങ്ങനെ സൈഡൊക്കെ ഭയങ്കര വെയിലായിരുന്നു, മുഴുവൻ മഞ്ഞച്ച് പോയി. എന്നിട്ട് ഞാനിപ്പം അത് പ്രൂൺ ചെയ്തെന്ന് പറഞ്ഞാൽ മുക്കളിപ്പം ഫെലനോപ്സിസിൽ ഇതിലുണ്ട് പൂവുണ്ട്, പിന്നെ വേറെ എണ്ണത്തിലൂടെ ഉണ്ട്. വേറെ ഒറ്റൊരു ഫെലനോപ്സിസിൽ പൂവില്ല. പിന്നെ ഫ്ലവർ വന്നതെല്ലാം ഞാൻ കട്ട് ചെയ്തു, എല്ലാം നല്ലതാക്കി നിർത്തിയേക്കുക. ഉണ്ടോ, ഇങ്ങനെ രണ്ടെണ്ണത്തിലേ പൂവുള്ളൂ. എന്തുമാത്രം പൂവുണ്ടായിരുന്നോന്നറിയാം എല്ലാത്തിലും. ഓർക്കുമ്പം തോന്നും എന്തോ പൂവുണ്ടായി. അത് ലാസ്റ്റ് എൻഡിൽ നോക്കിയ ഒരു തൈ പോലായി അത് കേട്ടോ. ഫെലനോപ്സിസിൻ്റെ താഴെ ഒന്നതിൻ്റെ പുതിയൊരു തൈ ഉണ്ടായി വന്നു. അതിനും അതുപോലെ തന്നെ ഒരു തൈ ഉണ്ടായി. ഇരിക്കട്ടെ, അതിൽ നിന്നൊന്നും കട്ട് ചെയ്യുന്നില്ല, അവിടെ നിന്ന് അങ്ങ് പൂക്കളുണ്ടാകട്ടെ. ഇതെൻ്റെ അടീനിയത്തിൻ്റെ തൈകളാണ് കേട്ടോ. ഞാൻ വിത്ത് പാകി കിളിപ്പിച്ചെടുത്ത തൈകളാണ്. ഇപ്പം അന്നേരം കഴിഞ്ഞ വർഷമല്ല, അതായത് ഇതിൻ്റെ വിത്ത് ഇപ്പം തന്നെ വിത്തുണ്ടായിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ചില അടീനിയത്തിനൊന്നും പൂവില്ലെങ്കിലും കായുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ. തൈകൾക്കൊക്കെ ഇതിനെല്ലാം ഇനി ഇത്തിരി വളം ഇടണം. ഇന്ന് അതൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ മഴ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് തോന്നുന്നു. നല്ല എത്തിക്കഴിഞ്ഞതാണ്ടേ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ നന്നായിട്ട് പറഞ്ഞ പോലെ ശക്തമായിട്ടുള്ള മഴയൊന്നുമില്ല, നനയാൻ മാത്രം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നനയും. ഈ മഴ പെയ്യുന്നതോടുകൂടി ചൂട് കൂടുകയും ചെയ്യും, അതാണ് വേറെ കാര്യം. എന്തോ ചൂടായിരുന്നു കഴിഞ്ഞ ദിവസമല്ല അല്ലേ. നല്ല മഴ. ഈ മഴ ഇപ്പം പെയ്യുന്നു, പക്ഷെ ആവി എടുക്കുന്നുണ്ട്. ചെമ്പകത്തേക്കുണ്ടോ, ചെമ്പനീർ പൂക്കൾക്കൊക്കെ ഒരു രസം തോന്നും. മഴവെള്ളം വീഴുമ്പോഴത്തേക്ക് കണ്ടോ, വീഴുമ്പോൾ ഒരു ഭംഗിയില്ല, രസമുള്ള കാണാനായിട്ട് നോക്കാൻ. അതാണ് നമ്മൾ എത്ര ഒഴിച്ചാലും ഇവർക്ക് സന്തോഷം വരത്തില്ല. അവർക്ക് മേഘം പൊഴിച്ചു കൊടുത്തെങ്കിലേ ഉള്ളവർക്ക് പ്രകൃതി അവർക്ക് കൊടുക്കണം വെള്ളം, എങ്കിൽ മാത്രമേ അവർക്ക് സന്തോഷമാവുള്ളൂ. കാറ്റ്സ്ലോ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പൂത്ത് ഒക്കെ നിൽക്കുന്നു. എന്തായാലും മിയോവോക്കി വനം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയല്ല, കുറേയും കൂടി ബോർഡറൊക്കെ നല്ല പൊക്കമുള്ള മരമായിരിക്കും. ഇല്ല, എല്ലാവർക്കും അറിയാമല്ലോ അതല്ലേ. പക്ഷെ നല്ല കേട്ടോ. അങ്ങനെ ഒരു ഇപ്പോൾ ഇത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം ഒന്നും ചെയ്യാതിട്ടിരുന്നാണല്ലോ ശരിക്കും ഒരു മിയോവോക്കി വനമാണ്. ജാപ്പനീസ് നടുക്കൊരു വീടും അങ്ങനെ ആക്കിയെടുക്കണം. കണ്ടോ വെയിലിൻ്റെ ആ കാഠിന്യം പറഞ്ഞാൽ 2-3 ദിവസത്തെ വെയിലിൻ്റെ കാഠിന്യം പറഞ്ഞാൽ അത് ഈ ഇലച്ചെടികൾ നോക്കിയാൽ മതി. എൻ്റെ ദൈവം ഒരു ചെടി കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. വെയിലിൻ്റെ ചൂട് ഇത്രയധികം വീർക്കുമോ എന്നുള്ളതാണ്. ഇതിൻ്റെ താഴെയായിരുന്നു ഞാൻ ഫെലനോപ്സിസും ഡെൻഡ്രോബിയും ഒക്കെ തൂക്കിയിട്ടുണ്ട്. ഈ വെയിലിൻ്റെ ചൂടുകൊണ്ട് ഞാൻ അതെല്ലാം അഴിച്ച് ഗ്രീൻ ഹൗസിൽ കൊണ്ടാക്കിയതാണ്. ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു ഇതുണ്ടോ, ഈ ചെടിയുടെ ഇല ഉണ്ടോ, ചൂട് തട്ടിയതാ. എൻ്റെ ദൈവം, എന്തോ കഷ്ടം തോന്നും, പൊള്ളി പോലെ ഉണ്ടോ. എന്നിട്ടതിങ്ങനെ ഞാൻ പിന്നെ ഈ സൈഡിലോട്ട് ചെരിച്ച് വെച്ചു. എല്ലാത്തിനും അതുപോലെ ഉണ്ട്. ഇതിനധികം വെള്ളം വേണ്ട താനും, ഒത്തിരി വെള്ളമായാൽ ചീഞ്ഞ് പോവുകയും ചെയ്യും. പല കളർ എനിക്കതിഷ്ടം. ഞാനതിന് പല ചട്ടി ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ചട്ടികളും വാങ്ങിച്ചു, ഏറ്റവും മേളിൽ വെച്ചു. ഇവിടെ ഫെലനോപ്സിസ് ഇരുന്നായിരുന്നു, അതിലെടുത്ത് മാറ്റിയതാണ് ഞാൻ. ഈ വെയിലിൻ്റെ ഭയങ്കര വെയിലാണ്. മനുഷ്യർ രണ്ടും തേക്കൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വെട്ടി കളഞ്ഞിപ്പം വെയിൽ ഭയങ്കരമായിട്ടടിക്കുന്നുണ്ട്. ഉണ്ടോ, ഒന്നിനൊരു ഊർജ്ജസ്വലതയില്ല. ഈ ചൂട് കൂടിയാലും കുഴപ്പമല്ലേ. ഉണ്ടോ, ഇത് ഞാൻ സിസി പ്ലാന്റ് ഇങ്ങനെ ഹാങ്ങിങ് എന്നുണ്ട്. വെള്ളം പെയ്യുന്നുണ്ട്, മഴയത്ത് ഇത്രയും വെള്ളം വീഴുന്നുണ്ട്. ഒന്ന് നനയാൻ മാത്രം. എന്തായാലും ഒരു ചെറിയ മഴ കിട്ടിയല്ലോ, ചെടികൾക്കും എല്ലാം സന്തോഷമായല്ലോ. അതുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിച്ചു കേട്ടോ. ഇന്നിനി
വളപിടിയിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പം തന്നെ സമയം 5 മണി 5:15 നോക്കണം. ചെറിയ തൈകൾക്കെങ്കിലും ഇത്തിരി വളമിട്ടില്ലെങ്കിൽ എല്ലാം കൂടി പറ്റത്തില്ല, സമയം കിട്ടത്തില്ല. നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ സമയം കിട്ടുവാണ്, മഴ മാറുവാണെങ്കിൽ അടീനിയത്തിൻ്റെ തൈകൾക്ക് എല്ലുപൊടി കിട്ടിയിട്ടില്ല, പിന്നെ ചാണകപ്പൊടിയും ഇരിപ്പുണ്ട്, ഇടാം.